തേജസ് ന്യൂസ് മറുപക്ഷത്തിലേക്ക് സ്വാഗതം. 16 സീറ്റിൽ CPM, 4 സീറ്റിൽ CPI. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പൂർത്തിയാക്കിയ ഇടതുമുന്നണി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള തങ്ങളുടെ വരവ് അറിയിച്ച് ഒരുപടി മുന്നിലെത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അവരുടെ സംഘടനാ സംവിധാനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ ഉണർന്നു പ്രവർത്തിക്കുകയും താഴെ തട്ടിൽ ബൂത്ത് തലം വരെ പ്രചാരണ രംഗം കൊഴുപ്പിക്കാനുള്ള നീക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുവശത്താവട്ടെ സ്ഥിരം തൊഴുത്തിൽ കുത്ത്, കുതികാൽ വെട്ട് പോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ശക്തിപ്പെടാറുള്ള സ്ഥിരം കലാപരിപാടികളുമായി UDFും NDAയും മുന്നോട്ട് നീങ്ങുന്നതിനിടെയാണ് LDFന് കയറിക്കളിക്കാനുള്ള അവസരം തുറന്നു കിട്ടിയതും അവർ അത് മുതലാക്കിയതും. മറ്റു മുന്നണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ തോതിൽ തലവേദന സൃഷ്ടിക്കാതെ LDFന്, പ്രത്യേകിച്ച് CPMനും CPIക്കും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനും സമയബന്ധിതമായി പ്രഖ്യാപിക്കാനും കഴിയുന്നത് ആ പാർട്ടികൾ നിലനിർത്തി വരുന്ന കേഡർ അടിത്തറയുടെയും സംഘടനാ സംവിധാനത്തിൻ്റെയും നേട്ടമായാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ വിപ്ലവ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ പക്ഷേ ഇത്തരം കേഡർ സ്വഭാവത്തിൻ്റെയും പ്രത്യയശാസ്ത്ര പിൻബലത്തിൻ്റെയും ആത്മവിശ്വാസം തീരെ പ്രതിഫലിക്കുന്നില്ലെന്നതാണ് മുഴച്ചു നിൽക്കുന്ന വൈരുദ്ധ്യം. 6 സിറ്റിംഗ് MPമാരെ കൂടാതെ 6 സിറ്റിംഗ് MLAമാർ കൂടി ഉൾപ്പെടുന്നതാണ് LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക. ഏറ്റവും ഒടുവിൽ മലപ്പുറം ലോക്സഭാ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സിറ്റിംഗ് MLA കുഞ്ഞാലിക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ കാടും നാടുമിളക്കി പ്രചരണം നടത്തിയവരാണ് ഇപ്പോൾ MLAമാരെ ഹോൾസെയിലായി രംഗത്തിറക്കിയിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകനോട് ഇതൊക്കെ രാഷ്ട്രീയത്തിലെ ചില ചതിക്കുഴികളാണെന്നും ചിലപ്പോൾ നമ്മൾ അറിയാതെ അതിലേക്ക് വീണുപോകുമെന്നൊക്കെയാണ് മുതിർന്ന LDF നേതാക്കളിൽ ഒരാളും സിറ്റിംഗ് MLAയും കൂടിയായ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി C ദിവാകരൻ പ്രതികരിച്ചത്. എന്തായാലും 5 വർഷത്തേക്ക് തങ്ങളെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ച ജനങ്ങളെ കൂടിയാണ് ഇതിലൂടെ ചതിയിൽപ്പെടുത്തുന്നതെന്ന മിനിമം ബോധം മത്സരിക്കുന്ന MLAമാർക്കോ മത്സരിപ്പിക്കുന്ന കക്ഷി നേതാക്കൾക്കോ ഇല്ലെന്ന് പറയാനാവില്ല. അണികളെ കൊണ്ടും അനുഭാവികളെ കൊണ്ടും സമ്പന്നമായ ഒരു മുന്നണി അവർ തന്നെ സംസ്ഥാനം ഭരിക്കുമ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ്, ഭരണത്തെക്കുറിച്ചും ഭരണ നേട്ടങ്ങളെക്കുറിച്ചും നിറഞ്ഞ കയ്യടികളോടെ സംസാരിക്കുന്ന പാർട്ടി പ്രവർത്തകർ, നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 20ൽ 20 സീറ്റും നേടി സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്ന നേതാക്കൾ, എന്നിട്ടും LDFന് ഇത്രയും MLAമാരെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടമെടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിനു മാത്രം യുക്തിസഹമായ ഒരു ഉത്തരം നൽകാൻ ഇക്കൂട്ടർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പകരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുവദിക്കുന്നുണ്ടെന്നും MLAമാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സാഹചര്യം മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നുമുള്ള മുട്ടുന്യായങ്ങളിൽ ചുറ്റിത്തിരിയുകയാണ് നേതാക്കൾ. വ്യക്തികളെ ഉയർത്തിക്കാട്ടിയല്ല, പാർട്ടിയുടെയും മുന്നണിയുടെയും നയപരിപാടികൾ ഉയർത്തിക്കാട്ടിയാണ് തങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന ആദർശ ഗീർവാണത്തിന് ഇടതുപക്ഷത്ത് കുറവൊന്നുമില്ല. പക്ഷേ ആദർശം വിളമ്പിയാൽ ചില മണ്ഡലങ്ങളിൽ വോട്ട് പെട്ടിയിലേക്ക് വീഴില്ല. അതിനുമപ്പുറം ചില കാര്യങ്ങൾ പരിഗണിക്കണമെന്നും അതിനുവേണ്ടി പറ്റിയ വ്യക്തികളെ തന്നെ വേണമെന്നുമുള്ള ബോധം തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുബുദ്ധിയിൽ കൃത്യമായി തെളിയും. അങ്ങനെ വരുമ്പോൾ ബാക്കി 10 മാസവും മതങ്ങളെ വിട്ട് മനുഷ്യരിലേക്ക് പടരുന്ന വിപ്ലവ ബോധവും വൈരുദ്ധ്യാത്മക ഭൗതികവാദവുമൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് മതങ്ങളിലേക്കും സഭകളിലേക്കും സമുദായങ്ങളിലേക്കുമൊക്കെ പടരാൻ മാത്രമല്ല കെട്ടിപ്പുണരാനും കൈമുത്താനും വേണ്ടി വന്നാൽ കാലിൽ വീഴാൻ പോലും തയ്യാറാണ്. പതിറ്റാണ്ടുകളുടെ പാർട്ടി പാരമ്പര്യമുള്ളവർ ആവോളമുള്ള പത്തനംതിട്ടയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ കണ്ടെത്തലായ വീണ ജോർജിനെ തന്നെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം അങ്ങനെയുണ്ടാവുന്നതാണ്. ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ പൊതുസ്വതന്ത്രനായിരുന്ന ഇന്നസെന്റ് ഇക്കുറി അരിവാൾ ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നതൊഴിച്ചാൽ തീരുമാനത്തെ സ്വാധീനിച്ച സഭാഘടകങ്ങൾ 5 കൊല്ലം മുമ്പ് പരീക്ഷിച്ച് വിജയിച്ചത് തന്നെ. അതുകൊണ്ട് സഭകളുടെ താല്പര്യവും
സഭാ വോട്ടുകളിലുള്ള പാർട്ടിയുടെ താല്പര്യവും ഒത്തുചേരുന്ന ഇത്തരം ചില പ്രത്യേക രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ താത്വികമായി അവലോകനം ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ. പൊന്നാനിയിലെ പൊതുസ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് PV അൻവറിനെ തന്നെ കെട്ടിയിറക്കേണ്ടി വരുന്നതിന് പിന്നിലെ താല്പര്യത്തിലും ചില സാമുദായിക ചിന്തകൾ മുഴച്ചു നിൽക്കുന്നത് കാണാം. കുടിയേറ്റ കർഷകന്റെ ഭൂമി കയ്യേറി സ്വന്തം ഭൂമിയിലേക്ക് വഴിവെട്ടിയതും, കക്കാടംപൊയിലിൽ നിയമം ലംഘിച്ച് മലയിടിച്ച് വാട്ടർ തീം പാർക്ക് നിർമ്മിച്ചതും അടക്കം റിയൽ എസ്റ്റേറ്റ് സാമ്പത്തിക സ്വഭാവത്തിലുള്ള 1 ഡസനിലധികം ആരോപണങ്ങൾ അൻവർ MLAക്കെതിരെ നിലനിൽക്കുന്നതൊന്നും ആദർശ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് സാരം. പാർട്ടി ഓഫീസിലെ വിപ്ലവാചാര്യന്മാരുടെ ചിത്രത്തിൽ രക്തഹാരമണിയിച്ചും രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചും പ്രചാരണത്തിനിറങ്ങേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ. അങ്ങനെയുള്ളവർ ദേവീക്ഷേത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി പ്രസാദവും കൈപ്പറ്റി വോട്ട് പിടിക്കാനിറങ്ങുന്ന അത്യന്തം പരിതാപകരമായ ചിത്രങ്ങൾ ഇത്തരം ആദർശ പാപ്പരത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ്. മാനിഫെസ്റ്റോയിൽ പറയുന്ന പ്രത്യയശാസ്ത്രവും പാർട്ടി സമ്മേളനങ്ങൾ നീട്ടിവിളിക്കുന്ന മുദ്രാവാക്യങ്ങളും ജനഹിതം പരിശോധിക്കപ്പെടുന്ന നിർണായക വേളയിൽ മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഒരു ഇടത് പാർട്ടിക്കുണ്ടാകുന്നുവെങ്കിൽ അത് പാർട്ടിയുടെ പ്രസക്തിയേക്കാൾ ദുരവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ആദർശത്തെക്കാൾ അധികാരത്തിന് വിലയേറുന്നുവെന്ന് ചുരുക്കം. മറുപക്ഷത്തിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും.